മാനിഫെസ്റ്റേഷൻസ് അവിടെ നടക്കും. അതുകൊണ്ട് വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുക, വചനത്തെ വെറുതെ വിടരുത്, അതിനെ നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവം തന്ന വചനത്തിലോട്ട് ഞാൻ പോട്ടെ. സങ്കീർത്തനങ്ങൾ 105:37. സങ്കീർത്തനങ്ങൾ 105:37. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വചനത്തെ ഞാൻ ഇവരുടെ ഇടയിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഇന്ന് ഈ വചനം അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലിന് കാരണമായി തീരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കർത്താവെ ഇപ്പോൾ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നാം ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. ഇന്നൊരു വലിയ വിടുതലായിട്ട് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ മിറക്കിളായിട്ട് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ അതിനെ അതുപോലെ റിലീസ് ചെയ്യും. അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്ന കർത്താവെ, അത് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഈ വാക്യം നോക്കുവാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ദൈവം എന്റെ വചനത്തിൽ കൂടെ സംസാരിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കോണ്ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നു. അവർ വളരെയധികം കഷ്ടപ്പെട്ടു. വർഷങ്ങളോളം ഈജിപ്തിൽ ഫറവോന്റെ അടിമയായിട്ട് അവർ അടിമ ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുക. വളരെയധികം അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. വളരെയധികം അവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ആ സമയത്ത് ദൈവം മോശയെ അവരുടെ ഇടയിലേക്ക് അയച്ച് ദൈവത്തിന്റെ ഡെലിവറൻസ് അവർക്ക് ലഭിച്ചു. ഒരു ഡെലിവറൻസ് അവർക്ക് ലഭിച്ച ശേഷം അവർ അടിമത്തത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ദൈവം ഈ ദിവസങ്ങളിലെല്ലാം ദൈവം എന്നോട് സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച്. എനിക്കറിയത്തില്ല, കാര്യം ആ ഒരു കാര്യമാണ് എപ്പോഴും എൻ്റെ ഉള്ളിലോട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് സംഭവിച്ചിരിക്കും. അതിന് 100% അത് ഞാൻ ഉറപ്പ് പറയുന്ന കാര്യം, ദൈവത്തിൽ നിന്നുള്ള എൻ്റെ കൺഫർമേഷൻ ആണത്. ഇവിടെ പറഞ്ഞ കാര്യം, അവരെ പുറപ്പെടുവിച്ച സമയത്ത് അവരെ വെറുതെ അല്ല പുറപ്പെടുവിച്ചത്, അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ അവരെ അവിടുന്ന് വിടുവിച്ചു, അവരെ പുറപ്പെടുവിച്ചു. കാര്യം നമുക്കറിയാം, അവർ ആ ഈജിപ്തിൽ മിസ്രൈമിൽ അടിമകളായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ശരിയായ രീതിയിലുള്ള ശമ്പളം ലഭിച്ചിട്ടില്ല. അവരുടെ അധ്വാനം, അവരുടെ ജീവിതകാലത്തെ മുഴുവൻ അധ്വാനവും അവരവിടെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. അവരുടെ അധ്വാനം, അവരുടെ സമ്പത്ത് എല്ലാം അവരവിടെ ചെലവഴിച്ചു. എന്നാൽ ദൈവത്തിന്റെ വിടുതൽ സംഭവിച്ചപ്പോൾ ദൈവം അവർക്ക് അവിടുന്ന് സ്വാതന്ത്ര്യം മാത്രമല്ല കൊടുത്തത്, അവര് ചോദിക്കാത്ത സമ്പത്തും കൂടെ കൊടുത്തു. അതായത് നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുവാണെങ്കിൽ വെള്ളിയും പൊന്നും എന്ന് പറയുന്ന സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സമ്പത്തിനെയും കൂടെ ദൈവം റീസ്റ്റോർ ചെയ്തു. ദൈവം നിങ്ങളോട് പറയുന്ന കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്. ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച വ്യക്തികളാണ്. നിങ്ങളുടെ സാൽവേഷനകത്ത് നിങ്ങളുടെ പ്രോസ്പിരിറ്റി ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളുടെ സാൽവേഷനകത്ത് ദൈവത്തിൽ നിന്നുള്ള സമ്പത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം നിങ്ങൾ ആരും ദാരിദ്ര്യത്തിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും ഞെരുക്കത്തിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയുന്ന കാര്യം, ഒരു വ്യക്തി യേശുവിനെ തന്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം തന്നെ അവന്റെ ഹിസ്റ്ററി മാറും, അവന്റെ ലൈഫ് മാറും. ദൈവം പറയുന്ന ഒരു കാര്യം, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവം പറയുവാണ്, നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ ഒത്തിരി പൈസ സമ്പത്തുകൾ ചെലവഴിച്ചു പോയി കാണാം. എന്നാൽ നഷ്ടപ്പെട്ടതിനെ ദൈവത്തിന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ്രായേൽ മക്കൾ ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല അവരുടെ അധ്വാനത്തിന് പറ്റിയ പോലെ അവരുടെ കയ്യിൽ നിന്ന് പോയ കാര്യം റീസ്റ്റോർ ആവുന്ന അവർ ചിന്തിച്ചു പോലും കാണത്തില്ല. പക്ഷെ ദൈവം അവർക്ക് അതിനെ റീസ്റ്റോർ ചെയ്ത് കൊടുത്തു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങൾ പൊന്നും വെള്ളിയും നല്ല വസ്ത്രങ്ങളും ചോദിക്കണം, അവർ നിങ്ങൾക്ക് തരും. ഞാൻ പറഞ്ഞ കാര്യം, ജാതികളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഞാൻ പറയുന്ന കാര്യം, ഈ ലോകത്തിന്റെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഇത് റിയാലിറ്റിയാണ്. ഇതൊരു അത്യാഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ദൈവ മകന് അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, കർത്താവിനെ വിളിച്ച ഒരു വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ല. ഒരു വ്യക്തി പോലും അവരുടെ ഭാവി നശിച്ചു പോയിട്ടില്ല.
ഞാൻ പറഞ്ഞ ഈ സാൽവേഷനകത്തെ ഒരു ഘടകം മാത്രമാണ് ഞാൻ പറഞ്ഞത്. സാൽവേഷനകത്തെ ഒരു ഘടകം മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് സാമ്പത്തിക ബ്ലെസ്സിങ് ഇൻക്ലൂഡഡ് ആണ്. സാമ്പത്തിക ബ്ലെസ്സിങ് നിങ്ങൾ ജസ്റ്റ് വിശ്വസിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഓൾറെഡി പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്ത വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ധനങ്ങൾ, ഒരു പക്ഷെ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളായിരിക്കും. ദൈവം ഇന്ന് ഉറപ്പ് പറയുകയാണ്, അത് റീസ്റ്റോറേഷനിലോട്ട് വരാൻ വേണ്ടി പോവുക. കാരണം നിങ്ങൾ ഇപ്പോൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ യേശുവിന്റെ തണലിലേക്ക് വന്നു കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ കവറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞു. അത് നിങ്ങളിലേക്ക് വരും. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് സമ്പത്ത് നിങ്ങളുടെ കയ്യിലോട്ട് തിരികെ വരാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ദൈവം നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് സെബിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയ സാമ്പത്തിക നന്മയെ ദൈവം തിരികെ തരാൻ വേണ്ടി പോവുക. ഒരു റീസ്റ്റോറേഷനിലോട്ട് ദൈവം കൊണ്ടുവരിക യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ദൈവത്തിന്റെ ഡെലിവറൻസ് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിക്കാൻ വേണ്ടി പോവുക. ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര റീസ്റ്റോറേഷനെ ദൈവം തരാൻ വേണ്ടി പോകും. ഞാൻ കാണുന്നു നിങ്ങളുടെ കയ്യിലേക്ക് സ്ഥലങ്ങളും സമ്പത്തുകളും വരും. നിങ്ങളുടെ സ്ഥലങ്ങളും സമ്പത്തുകളും, ഞാൻ ഒരു വചനത്തെ റിലീസ് ചെയ്യുവാണ്. ജാതികളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വരും. ജാതികളുടെ സമ്പത്ത്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അവരുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരും. കാരണം നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അടുത്ത തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുക. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമം, കർത്താവേ അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ സെബിൻ തൊടുന്ന കൃപയ്ക്കായിരുന്നു. ഇപ്പോൾ തൊടുന്ന കൃപ യേശുവിന്റെ നാമം. നിങ്ങളുടെ അമ്മയുടെ ഭാഗത്തുനിന്നും ആ ഒരു സൈഡിൽ നിന്നും ചില നന്മകൾ ആ ഒരു സ്ഥലത്തു നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി വരാൻ വേണ്ടി പോവുക. അവിടുന്ന് ഞാൻ കാണുന്നു ആ ഒരു ഏരിയയെ ദൈവം തൊടുന്നതായിട്ട് എന്നെ കാണിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് ഇത് സംഭവിക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അതിനെ റിലീസ് ചെയ്യും. ഇപ്പോൾ ആ ഒരു പൂർവിക സമ്പത്തുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യും. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ലൈഫിനെ ദൈവം റീസ്റ്റോർ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ സ്റ്റാറ്റസ് ദൈവം ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാറ്റസിനെ ദൈവം ചേഞ്ച് ചെയ്യുക. ഒരു വലിയ സാമ്പത്തികമായ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോകും. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയണം അതിലേക്ക് ദൈവം കയറ്റാൻ വേണ്ടി പോവാം. യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ ഒരു ഭവനവുമായിട്ടുള്ള ഒരു നന്മയെ ഞാൻ റിലീസ് ചെയ്യും. സ്ഥലങ്ങളുമായിട്ടുള്ള നന്മയെ ഞാൻ റിലീസ് ചെയ്യും. നിങ്ങളുടെ കയ്യിലേക്ക് വിവിധ സോഴ്സുകളിൽ നിന്നും ധനം വന്നുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ. ചില സ്റ്റോറുകളെ ഞാൻ കാണുക, ചില ഷോപ്പുകളെ ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ. മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ സംഭവിക്കാൻ വേണ്ടി, ഒന്നിലധികം ബിസിനസ്സുകൾ യേശുവിന്റെ നാമം. അതിന്റെ എല്ലാവിധമായ കാര്യങ്ങളെ ഞാൻ ഓർഡർ ചെയ്യും. അതിനു മുമ്പായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവാം. അധികം താമസിയാതെ ആ ഡിസിഷനിലേക്ക് നിങ്ങൾ കടന്നു വരും. യേശുവിന്റെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഒരു ദേവാലയം കാണിക്കും. അതുമായിട്ട് നിൽക്കുന്ന ഒരു തടസ്സത്തെ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വേരിനെ അവിടുന്ന് ബ്രേക്ക് ചെയ്യും. അവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ നിങ്ങൾ ചെയ്ത കൃപയ്ക്കായിരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ സാൽവേഷൻ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്.
ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രം നമ്മൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച സാൽവേഷനകത്ത്, നമുക്ക് ലഭിച്ച ആ വിടുതലിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സമ്പത്തുണ്ട്, അതിനകത്ത് നമ്മുടെ ആരോഗ്യമുണ്ട്, അതിനകത്ത് നമ്മുടെ ഡെലിവർ, എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അതിനകത്തുനിന്ന് വെളിപ്പെടുന്ന ഒരു നന്മ, അത് എന്തായിക്കോട്ടെ, അത് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അതിനെ തേടി പോകേണ്ട. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾക്കകത്ത് പറയുന്നത്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. റീസൺ, നിങ്ങളുടെ ഉള്ളിൽ യേശു ഇരിക്കുവാണ്. നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും ജന്മം പ്രാപിച്ച നിങ്ങളുടെ ആത്മാവ്, അതിനെ ഫോളോ ചെയ്ത് നന്മയും കരുണയും വന്നേ പറ്റത്തുള്ളൂ. ദൈവം ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയുവാണ്, ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത നന്മകള്, ഫേവറുകള് നിങ്ങളെ തേടി വരാൻ വേണ്ടി പോവാ. ഫേവറുകൾ യേശുവിന്റെ നാമത്തിൽ ഫേവറുകൾ സംഭവിക്കാൻ വേണ്ടി, ഫേവറുകൾ ഇതുവരെ റിജക്ട് ചെയ്ത കാര്യം യേശുവിന്റെ നാമം, ഇതുവരെ റിജക്ഷൻ സംഭവിച്ചു, എന്നാൽ ഫേവറിലേക്ക് വരാൻ വേണ്ടി പോവാ. ഐ ആം സീയിങ് ആൻ ഏഞ്ചൽ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഏഞ്ചൽസുകളെ ദൈവം റിലീസ് ചെയ്യുന്നതായിട്ട് കാണും. ബോബി, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഫേവർ റിലീസ് ആകുക. എവിടെ റിജക്റ്റഡ് ആയോ, ഇനി അക്സെപ്റ്റൻസ് ലെറ്റേഴ്സ് സംഭവിക്കാൻ വേണ്ടി പോവാ. ഒന്നിലധികം ലെറ്റേഴ്സ് റിജക്ഷൻ മേ ബി കണ്ടു കാണും, എന്നാൽ ഇനി വരാൻ പോകുന്ന മൾട്ടിപ്പിൾ ഡോർസ് ആയിരിക്കും ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത്. മൾട്ടിപ്പിൾ ഡോർസ് ഓപ്പൺ ആകും. ഫേവറിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം കടത്താൻ വേണ്ടി പോവാം. ഫേവർ ഇത് ഒരാൾക്ക് വേണ്ടി ഞാൻ പറയുമല്ല, വിശ്വസിക്കുന്ന സകലർക്ക്, വചനം എല്ലാവർക്കും ഒരുപോലെയാണ്. വിശ്വസിക്കുന്ന സകലർക്ക് വേണ്ടി ഈ സമയത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഫേവറിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന സീസൺ. ചില വ്യക്തികൾ ഫേവറിലേക്ക് വരാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഫേവറിനെ അതുപോലെ റിലീസ് ചെയ്യും. ഞാൻ എന്റെ വചനത്തിലോട്ട് കടക്കാൻ ഞാൻ, പക്ഷെ ഞാൻ ദൈവം എന്നെ പ്രോഫറ്റിക്കലി വീണ്ടും എനിക്കത് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം പറയുന്നത്, നിങ്ങളോട് വീണ്ടും പറഞ്ഞ കാര്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ തലം മാറി. ഈ ഒരു വാക്യത്തിനകത്ത് നോക്കി അറിയാം, ആദ്യം അവിടെ പറയുന്നത് വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അതേ വാക്യത്തിൽ നോക്കണം, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ രോഗികളായിട്ട്, ബലഹീനരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. റീസൺ ഈ സാൽവേഷനകത്ത് ദൈവത്തിന്റെ സൗഖ്യവും അടങ്ങിയിരിക്കുന്നു. ഈ സാൽവേഷനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സൗഖ്യം അടങ്ങിയിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ ഒരു രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൽ നിന്നും ഏറ്റെടുത്തു, അത് സൗഖ്യമായിട്ട് മാറാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞ കാര്യം, സൗഖ്യം എന്ന് പറയുന്ന ആരെങ്കിലും വന്ന് നിങ്ങളുടെ തലയെ കൈവച്ച് വരുമ്പോൾ ലഭിക്കുന്ന കാര്യം മാത്രമല്ല. യെസ്, അങ്ങനെ ഒരു തലമുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഗൈഡൻസ് വേണം, നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. ആ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്താൽ ആ സൗഖ്യത്തെ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് രോഗശാന്തി ശുശ്രൂഷകളുടെ അടുത്ത് പോയി നിങ്ങൾ കൈവപ്പിച്ചു വരാം. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന യേശു, മഹത്വത്തിന്റെ പ്രത്യാശയ യേശു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ച ആത്മാവിൽ ഈ സൗഖ്യത്തിന്റെ പാക്കേജ് അവൈലബിൾ ആണ്. സൗഖ്യത്തിന്റെ പാക്കേജ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി വെളിപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ നോക്കണേ, നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാ സകലം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദൈവത്തിന്റെ വചനമാണ് ഞാൻ പറയുന്നത്. ആ ശക്തി വ്യാപരിക്കുന്നത് മറ്റുള്ള ഒരാളുടെ കൂട്ടത്തിൽ നിന്നല്ല, നിങ്ങളിൽ കൂടെയാണ് ആ ശക്തി വ്യാപരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചു, ഈ സമയത്ത് യേശുവിന്റെ വിളമ്പിൽ ഒരു രക്തസ്രാവം ബാധിച്ച സ്ത്രീ ടച്ച് ചെയ്തു, അല്ലെ? ടച്ച് ചെയ്ത സമയത്ത് യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അത് ആ സമയത്ത് മാത്രം സംഭവിച്ച കാര്യമല്ല, അത് ഈ കാലഘട്ടത്തിൽ ഇന്ന് സംഭവിക്കുന്നു. കാര്യം യേശു ക്രിസ്തു ഇന്നും ഇന്നലെ എന്നും ഒരുപോലെ, ഒരു മാറ്റവുമില്ല. ഞാൻ ആ സൗഖ്യത്തെ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തി റിലീസ് ചെയ്യും. ആ ശക്തി സംഭവിക്കുന്നത് ആ സൗഖ്യത്തിന് വേണ്ടിയായിരിക്കും. ഞാൻ പറയുന്ന ഈ സമയത്ത്
അത് മേ ബി നിങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും, മേ ബി നിങ്ങൾ തന്നെ ആയിരിക്കാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ വിശ്വസിച്ചു. ഈ സാൽവേഷനകത്ത് സൗഖ്യമുണ്ട്. ഇത് റിയാലിറ്റിയാണ്. സാൽവേഷനകത്ത് സൗഖ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ദൈവം ചെയ്ത ഡൺ ഡീലാണ്. അത് ദൈവം ചെയ്തു വെച്ചിരിക്കുവാണ്. അത് വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ നിന്നത് വ്യാപരിക്കും, നിങ്ങളിലോട്ട് അത് ആക്ടിവേറ്റ് ആകും. ഞാൻ ഈ സമയത്ത് ദൈവം രോഗികളായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ നിയോഗം തരിക. ഞാൻ പറയുന്നത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ എടുത്ത് അതേ കൈവെക്കാം. നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ എവിടെയാണോ രോഗം അവിടെ നിങ്ങൾക്ക് കൈവെക്കാം. നിങ്ങൾ മൾട്ടിപ്പിൾ പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയെ കൈവെക്കാം. ഞാൻ പറയുന്നത് ഈ സൗഖ്യം ഈ സമയത്ത് ഞാൻ പറയുമ്പോൾ വെറുതെ പറയുമല്ല, പരിശുദ്ധാത്മാവ് ഈ സമയത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര മാനിഫെസ്റ്റേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ ഫെയ്ത്ത് കിട്ടുന്നുണ്ടോ? ഈ സമയത്ത് ആ ഫെയ്ത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലഷോ റിഖോ ധനമോ ഷഖാരിതു ലിഖാനിയോ ഷഖു. യേശുവിന്റെ ഞാൻ പറയട്ടെ, മേ ബി നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ബാധിച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വേണമെങ്കിൽ ഒരു കമ്പി ഇട്ടിരിക്കുകയായിരിക്കാം. മേ ബി മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരിക്കാം, മേ ബി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത കാര്യമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുവാണ്, ഈ സമയത്ത് വിശ്വസിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഡിസപ്പിയർ ആയിട്ട് മാറും. എന്തെങ്കിലും ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു അവയവമുണ്ടെങ്കിൽ അത് വീണ്ടും പുനരുജ്ജീവിക്കും, വീണ്ടും അത് റീജനറേറ്റ് ചെയ്യും. റഥോ ഷഖോ ലഹധീനിയോ ഷഖോ നഹദിരിയോ റുദോ ലഹ റഖൂഷ്. ഈ സമയത്ത് ചില വ്യക്തികളുടെ കരളിനെ ദൈവം തൊടുക, ലിവറിനെ. മേ ബി ഞാനത് ഇപ്പൊ എന്നെ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് എന്റെ യൂട്യൂബിൽ കാണാൻ പോകുന്ന വ്യക്തികളോടും കൂടെ ഞാൻ പറയുന്നത്. കാര്യം പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരുപോലെയാണ്. ദൈവത്തിന് സമയമില്ല, ടൈം ഇല്ല. ഈ സമയത്ത് അത് വ്യാപരിക്കും. യേശുവിന്റെ നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾക്ക് എവിടെയാണോ സൗഖ്യമുണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കാം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ഏറ്റെടുക്കാം. അവരുടെ ഫോട്ടോയെ നിങ്ങൾ കൈവെക്കുക. യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ലിവർ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഈ സമയത്ത് ഹീലാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ സമയത്ത് എല്ലുകൾ യോജിച്ചു വരാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ അയൺ റോഡുകൾ അപ്രത്യക്ഷമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇംബാലൻസുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ക്യാൻസറിന്റെ സ്പിരിറ്റുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസർ ചെയ്യുന്നു. തൈറോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രഷർ വേരിയേഷൻസ് യേശുവിന്റെ നാമത്തിൽ. ഋതു മഹശഖു റിഖോ സിമോ റിഖോ ധന റിഖോ ലഹധീനിയോ ഷഖോ റഖു ലറിഖോ സിഖോ റഹന്തനിമോ റിഖാമിയ സിതിരിഖോ ലഖോ റിഥാനി ഷഖോ ലറിയോ ധാനിയ. യേശുവിന്റെ നാമം. ചില ഒരു ദൈവം ഒരു ലേഡിയെ കാണിക്കുക, അവരുടെ യൂട്രസ് സംബന്ധമായ ഒരു പ്രോബ്ലത്തെ ഈ സമയത്ത് ദൈവം തൊടുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അതിന്റെ മേൽ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കുക യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ വയറിന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നു ഞാൻ സകല രോഗാത്മാക്കളെ ഞാൻ ശപിക്കുന്നു. അത് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറി പോകുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതിനെ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. അതിനെ ചെയ്ത തുകയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജസ്റ്റ് വിശ്വസിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ റിയലി കാണാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞ കാര്യം ഒറ്റ വാക്യത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഒറ്റ വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ സാൽവേഷനകത്ത് നിങ്ങളുടെ സൗഖ്യമുണ്ട്, സാൽവേഷനകത്ത് നിങ്ങളുടെ സമ്പത്തുണ്ട്,
സാൽവേഷനകത്ത് നിങ്ങളുടെ സകല കാര്യങ്ങളുണ്ട്. ദൈവം നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും ഓൾറെഡി അറിഞ്ഞു അതിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആദമിനെ ഔവയും ദൈവം സൃഷ്ടിച്ച സമയത്ത് ഏദൻ തോട്ടത്തിലാണ്. ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചേർന്നു. കാര്യം ആ ഒരു തോട്ടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ അവിടെ നദി ഒഴുകുന്നതായിട്ട് നമുക്കറിയാം. ആ നദിയുടെ ഒരു ഭാഗത്ത് സ്വർണം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഹവീല ദേശം സ്വർണ്ണമുണ്ട്. ഞാൻ പറയുന്നത്, ആദമാവിന് ഇതിന്റെ ആവശ്യമൊന്നും ദൈവം ആ സമയത്ത് നമ്മൾ നോക്കി കാണത്തില്ല. പക്ഷെ ദൈവം അവരുടെ ആവശ്യത്തെ അറിഞ്ഞ് സകലതിനെ സൃഷ്ടിച്ച ശേഷമാണ് ദൈവം അവരെ അവിടെ ആക്കിയത്. അവർക്ക് അവിടെ ഒന്നിനും കുറവില്ലായിരുന്നു. അവിടെ അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മാറും. ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ദാരിദ്ര്യത്തിൽ വിശ്വസിക്കരുത്. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം ഇതാണ്. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് നിങ്ങൾ സമ്പന്നരായി മാറാൻ വേണ്ടിയാണ്. സമ്പന്നത നിങ്ങളുടെ അവകാശമാണ്. സമ്പന്നത നിങ്ങളുടെ അവകാശമാണ്. ഇതാണ് ദൈവം പറഞ്ഞ കാര്യം. കാര്യം ഇതിന്റെ എല്ലാ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്ഥലം മാറി, നിങ്ങൾ ആയിരിക്കുന്ന തലം മാറി. ഞാൻ അതിലോട്ട് വരാൻ വേണ്ടി പോണം. കൊലോസ്യർ 1:13 ഒരു വാക്യമുണ്ട്. കൊലോസ്യർ 1:13, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടെയാണോ എന്നുള്ള വാക്യമാണിത്. ഇവിടെ ഫസ്റ്റ് പറയുന്ന കാര്യം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച സമയത്ത് നിങ്ങളുടെ രാജ്യം ചേഞ്ചായി. അതുവരെ നിങ്ങളായിരുന്ന രാജ്യം അത് പിശാചിന്റെ രാജ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്നത് ഇരുട്ടിന്റെ അധികാരത്തിലാണ്. പക്ഷെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് നിങ്ങളുടെ തലം ചേഞ്ചായി. നിങ്ങൾ ഒരു നാച്ചുറൽ വേൾഡിൽ നിന്നും, അല്ലെങ്കിൽ ഒരു അന്ധകാരത്തിന്റെ വേൾഡിൽ നിന്നും ദൈവത്തിന്റെ രാജ്യത്തിലോട്ട്, കിങ്ഡം ഓഫ് ഗോഡിലേക്ക് നിങ്ങളെ ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ ഫലങ്ങളാണ്. ദൈവരാജ്യത്തിലുള്ള സകല നന്മകളും, സകല ബെനിഫിറ്റുകളും, സകല അധികാരങ്ങളും, സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഇതാണ് റിയാലിറ്റി. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും രീതി ഒരു ടോർമെന്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ, അതിനെ നിങ്ങൾ അവിശ്വസിക്കുക. നിങ്ങൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലാണ്. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എന്തൊക്കെ നിയമങ്ങളുണ്ടോ അത് നമ്മളെ ബാധിക്കും. നമ്മൾ വേറൊരു രാജ്യത്തിലാണെങ്കിൽ അവിടുത്തെ നിയമങ്ങളായിരിക്കും നമ്മളെ ബാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ രാജ്യത്തിലാണെങ്കിൽ ദൈവരാജ്യത്തിലെ നിയമങ്ങളെ നിങ്ങളെ ബാധിക്കത്തുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചു, ഇതാണ് സത്യം. ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നാലും താഴി പോകത്തില്ല. ഭൂമിയുടെ നിയമം വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്ന മുങ്ങിപ്പോയിരിക്കും. പത്രോസ് യേശുക്രിസ്തുവിനെ നോക്കി നടന്നപ്പോൾ പത്രോസ് ചലിച്ചത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തിയിലാണ്, ദൈവരാജ്യത്തിലാണ് ചലിച്ചത്. പത്രോസ് മുങ്ങിപ്പോയില്ല. എന്നാൽ കണ്ണൊന്ന് മാറിയ സമയത്ത് ലെവല് ഷിഫ്റ്റായി, റലങ്ങൾ ഷിഫ്റ്റായി. ദൈവം പറയുന്ന കാര്യം, നിങ്ങൾ ഏത് രാജ്യത്തിലാണ് എന്നുള്ള റെവലേഷൻ നിങ്ങൾ മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിന്റെ അധികാരങ്ങൾ നിങ്ങളെ തൊടത്തില്ല. ഒരു നെഗറ്റീവ് ഫോഴ്സും നിങ്ങളെ ടച്ച് ചെയ്യത്തില്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ നെഗറ്റീവ് ഫോഴ്സുകളുണ്ട്. ഒരു സ്പിരിച്വൽ വേൾഡ്, നമുക്കറിയാത്ത ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. അത് ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു ആത്മീയനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യം, ഇരുട്ടിന്റെ അധികാരങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ല, മറിച്ച് നിങ്ങൾ അതിനെ ഭരിക്കും. ഞാൻ പറഞ്ഞ കാര്യം, അധികാരങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ല, മറിച്ച് നിങ്ങൾ അതിനെ ഭരിക്കും. ഈ സമയത്ത് ദൈവം ഒരു അധികാരത്തിനെ ഷിഫ്റ്റ് ചെയ്യുക. യേശുവിന്റെ നാമം, ഇരുട്ടിന്റെ അധികാരത്തിന്റെ മേൽ ദൈവരാജ്യത്തിന്റെ ശക്തിയോടെ മൂവ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം ഏറ്റെടുക്കുക. ദൈവം വിളിക്കുക, യേശുവിന്റെ നാമം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഒരു തലമൊക്കെ വെച്ച് നോക്കിയാൽ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ റിയാലിറ്റി,
ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ പാമ്പുകളെ പിടിച്ചെടുക്കും. അത് ഒരു നെഗറ്റീവ് ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ഇതൊരു വിശ്വാസിയെ കുറിച്ച് പറയുന്ന കാര്യം. ഇന്ന് വിശ്വസിച്ചോ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ മേ ബി എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും വഴക്കുകളായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ കുഴങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു ഇരുട്ടിന്റെ അധികാരമുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിനെ തിരിച്ചറിഞ്ഞ് ആ ഇരുട്ടിന്റെ അധികാരത്തെ നിങ്ങൾ ശാസിച്ചാൽ, അതിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ അത് പോയിരിക്കും. കാരണം നിങ്ങൾ മൂവ് ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തിയിലാണ്. നിങ്ങൾ മൂവ് ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തിയിലാണ്. ഈ സമയത്ത് ആ ഒരു അധികാര കൈമാറ്റം സംഭവിക്കുക. യേശുവിന്റെ നാമം. യേശു ആനി ബൈജുവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങളുടെ കുടുംബവുമായിട്ട് നിൽക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ഫോഴ്സ്, ഒരു അന്ധകാര മണ്ഡലത്തിന്റെ പോരാട്ടം നിങ്ങളുടെ വായിൽ കൂടെ ദൈവത്തിന്റെ വചനം വരുമ്പോൾ അത് ബ്രേക്ക് ആയി പോകും. അതിന്റെ സമയം കഴിഞ്ഞു. അതിന്റെ സമയം ഈ സമയത്ത് കഴിയും. യേശുവിന്റെ നാമത്തിൽ സിഖോ റഹന്തിനി ലിഖോ റഹന്തറു ഷോ ലഹന്തന ഷഹ റിഖോ ധന. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന ആ ഒരു ഒരു ഞാനത് എന്റെ ഈ ഒരു ഓപ്പൺ മീറ്റിംഗ് ആണ്, ഞാനത് എങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ കവർ ചെയ്ത് ഞാൻ പറയാണ്. ഒരു ദേവാലയത്തിന്റെ ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കെട്ടിനെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അവർ കർത്താവിനെ അറിയാൻ വേണ്ടി പോവാ. അവര് കർത്താവിനെ അറിയാൻ വേണ്ടി പോവാണ്. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടി പോവാ. ഞാൻ പിന്നെ കാണും, ഞാൻ സിസ്റ്റേഴ്സിനെ കാണുക. യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഒരു എല്ലാ നെഗറ്റീവ് കണക്ഷൻസിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അധികം താമസിയാതെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അതിന്റെ ഞാൻ റെവലേഷനിൽ കാണുന്ന കാര്യം, അതിന്റെ ബാഗേജുകൾ ഓൾറെഡി പ്രിപ്പയർ ആയി റൂമിലിരിക്കുക. അതിന്റെ മേലെ ഒരു നെയിം ടാഗിനെ ദൈവം വെച്ചിരിക്കുക. ലസ്സു റിഖു റിഖു സഹദാനി റഹോധാനയോ ഷിഖു റഹന്തന. ഒരു ന്യൂ ജേഴ്സി യേശുവിന്റെ നാമത്തിൽ. ന്യൂ ജേഴ്സി ആ ഒരു പട്ടണത്തിൽ ദൈവം കൊണ്ടുപോകും. ലിഥോ നിശോ റഹന്തന സിഫി റിഖോ ലഹറുഥുന ഷഹറു സിഖോ റഹന്തന. അവിടെ പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന കാര്യം, ഒരു തടസ്സത്തെ പിശാച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അത് നിങ്ങളുടെ വിസ അപ്രൂവലിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായിരിക്കും. അവിടെയാണ് പിശാച് തടസ്സം കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. റിജക്ഷന് വേണ്ടി പോകും, പക്ഷെ റിജക്ഷൻ സംഭവിക്കത്തില്ല. അതിന്റെ മേലെ ഒരു അപ്രൂവൽ നടക്കും. നിങ്ങളുടെ ആ യാത്രയെ ദൈവം അത് സംഭവിക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ അതുപോലെ ഈ സമയത്ത് റിലീസ് ചെയ്യും. അപ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മിനിസ്ട്രി കോളിങ്ങിനെ ദൈവം വീണ്ടും കൺഫേം ചെയ്യുവാണ്. അതിലേക്ക് ദൈവം കയറ്റാൻ വേണ്ടി പോകും. ഒരു ആള് മാറിയ വ്യക്തിയെ പോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ വീണ്ടും കാണും. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ച ഒരു ഏഞ്ചൽ, അത് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന റെവലേഷൻ, ഒരു ദൂതൻ ഒരു വാതിലിന്റെ മുമ്പിൽ നിങ്ങളെയും കൊണ്ട് നിൽക്കുമ്പോൾ അടഞ്ഞ വാതിൽ ഓപ്പൺ ആകുന്നു. ഇതാണ് ഞാൻ കാണുന്ന റെവലേഷൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതുപോലെ അതിനെ റിലീസ് ചെയ്യും. ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഇത് വിശ്വസിക്കുന്ന സകലർക്ക് വേണ്ടിയാണ്. കാരണം ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രത്യേകമായ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് ദൈവം കാണുന്നത്. വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും ഈ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ദൈവം ചെയ്ത കാര്യം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്രന്റെ രാജ്യത്തിലാണ്. നമ്മളിപ്പം ഭൂമിയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പം മേ ബി നിങ്ങൾ ഇന്ത്യയിലാണ്, ഞാൻ ഒമാനിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ റിയാലിറ്റി, നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ രാജ്യത്തിന്റെ ശക്തിയോടെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഇവിടെ ഒരു വാക്യമുണ്ട്, യോഹന്നാൻ 10:10. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല.
അതായത് പിശാചിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത, അവിടെ മോഷണമുണ്ട്, അവിടെ മുടിപ്പുണ്ട്, അവിടെ അറക്കലുണ്ട്. അതായത് അവിടെ എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് പിശാചിന്റെ രാജ്യം. നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ കാണുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുത്ത് വായിച്ചാൽ അവിടെ കാണുന്ന സകല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് 97% കാര്യങ്ങൾ ഇത് തന്നെയാണ്. നന്മ കാണാൻ വളരെ ചുരുക്കമാണ്. കാര്യം, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഞാൻ പറയുന്ന കാര്യം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ തലയിലോട്ട് നിങ്ങൾ എടുക്കരുത്. അതിനെ നിങ്ങൾ വിശ്വസിക്കരുത്. മേ ബി ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വാതിൽ അടഞ്ഞിരിക്കുമ്പോഴും നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. കാരണം യേശു പറഞ്ഞ കാര്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്നാൽ യേശു പറഞ്ഞ കാര്യം, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ എൻ്റെ രാജ്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, നിങ്ങൾക്ക് സമൃദ്ധിയായിട്ടുണ്ടാകും. നോക്കിക്കോണം. മേ ബി നിങ്ങൾ ചെന്ന് നിൽക്കുന്ന ഒരു മരുഭൂമിയിലായിരിക്കും. അവിടെ കൊണ്ട് ഒരു മരുഭൂമിയിലെ ചൂടിൽ നമ്മൾ ഒരു സസ്യത്തെ കൊണ്ട് നട്ടാൽ അത് വളർന്നു വരത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, ജീവൻ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ഒരു മരുഭൂമിയിൽ കൊണ്ട് ഒരു വിത്തിട്ടാലും അത് ഫലപ്രദമായിട്ട് വളർന്നു വരും. അത് ഫലപ്രദമായിട്ട് വളർന്നു വരും. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം ഒരു മരുഭൂമിയുടേതായിരിക്കാം. മേ ബി അതൊരു അസ്ഥി താഴ്വരയുടേതായിരിക്കാം. എന്തുമായിക്കോട്ടെ. പക്ഷെ ദൈവം നിങ്ങളോട് ഇന്ന് കൺഫർമേഷൻ പറയുവാണ്, നിങ്ങളുടെ ഉള്ളിലെ ജീവൻ നിമിത്തം അവിടെ ജീവൻ ഉണ്ടാകാൻ വേണ്ടി പോവുക, അവിടെ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പോവുക. ഇതാണ് സത്യം. മേ ബി എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു എന്താ പറയുന്നത്, നമുക്ക് ഒരു പെന്തക്കോസ്റ്റൽ ലെവലിൽ നിങ്ങളെ കൊണ്ട് ആമേനെ പറയിപ്പിക്കാൻ കൈയടിക്കാം. വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം, ചില വ്യക്തികളോട് ഇത് ദൂതാണ്. എല്ലാം ക്ലോസ് ആയിട്ട് കിടക്കുക, ഒരു സാധ്യതയുമില്ല. പക്ഷെ നിങ്ങളിലെ ജീവൻ അവിടേക്ക് വ്യാപരിക്കും. നിങ്ങളുടെ കൈ ഒരു രോഗിയായ വ്യക്തിയുടെ കയ്യിൽ വെച്ചാൽ ആ രോഗി രക്ഷപ്പെടും. മരിക്കാൻ കിടക്കുന്നയാൾ എഴുന്നേറ്റ് വരും. ഞാൻ പിന്നെ ഒരു പടിയും കൂടെ കൂട്ടി പറയുവാണേ, മരിച്ച വ്യക്തി എഴുന്നേക്കും. മരിച്ചു കിടക്കുന്ന സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വരും. മരിച്ചു കിടക്കുന്ന സാഹചര്യങ്ങൾ ലോകപ്രകാരം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മരിച്ചു കിടക്കുന്ന സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വരാൻ വേണ്ടി പോവാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാനത് റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ജോയൽ ഷാജി, നിനക്ക് വേണ്ടി ദൈവം ഒരു പ്ലാറ്റ്ഫോമിനെ ഓപ്പൺ ആക്കുക. ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമം. നീ നിൽക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ ജീവനെ നീ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുക. ഞാൻ നിന്റെ കൂടെ കുറച്ച് വെള്ളക്കാരായ വ്യക്തികൾ, മറ്റു ചില രാജ്യക്കാരുടെ ഒരു കൂട്ടത്തെ ഞാൻ കാണുക. അവരെല്ലാം ദൈവത്തെ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കൂട്ടത്തിൽ ദൈവം നിന്നെ കൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുക. നിന്നിലൂടെ ദൈവത്തിന്റെ ജീവൻ പുറത്തു വരാൻ വേണ്ടി പോവുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ കാണുന്ന കാര്യം, ചില രോഗികളായിട്ടുള്ള യേശുവിന്റെ നാമം. ഞാൻ കണ്ട റെവലേഷൻ, വീൽ ചെയർ ഇരിക്കുന്ന ചില വ്യക്തികൾ, അങ്ങനെയുള്ള ചില മെഡിക്കൽ കണ്ടീഷനുള്ള ആൾക്കാരെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു റെവലേഷൻ ഞാൻ കാണുക. നിൽക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ ഒരു റിവൈവൽ സംഭവിക്കാൻ വേണ്ടി പോവുക. അതിനകത്ത് ദൈവം നിന്നെ ഉപയോഗിക്കും. അതിന്റെ കൂടെ ദൈവം നിന്റെ സാമ്പത്തിക മേഖലയും ഉയർത്തിക്കൊണ്ടുവരും. കാരണം ഈ സമ്പത്ത് ദൈവം നിന്റെ കയ്യിൽ തരുന്നത് അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുക. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ അതിനെ അതുപോലെ റിലീസ് ചെയ്യും. സുഖോ റിഖോ ലഹതിരിയോ ഷഹറോ താനെ സിബോ റഹദോലിയ റഖോ ഷഹറോ തിരിഖോ ഷഖോ റഹന്തന ലോറോ ധന ഷിഖോ റഹന്തന റിഖോ മഹസിഖോ റിഖോ ലിഖോ റിഥോനിയ. യേശുവിന്റെ നാമത്തിൽ
നിന്റെ സാലറിയുടെ മേൽ ദൈവത്തിന്റെ കരം വരും. നിന്റെ സാലറി വീണ്ടും അതിന്റെ മേൽ ഒരു ബ്രേക്ക് ത്രൂ വരാൻ വേണ്ടി പോവാം. വീണ്ടും അതിന്റെ മേൽ ഒരു ബ്രേക്ക് ത്രൂ വരാൻ വേണ്ടി പോവാം. ഞാൻ വീണ്ടും ഷിഫ്റ്റുകൾ കാണുന്നു. ഷിഫ്റ്റുകൾ കാണാൻ വേണ്ടി പോവാം. ഷിഫ്റ്റുകൾ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോവാം. യോസഫിനെ പടിപടിയായിട്ട് ദൈവം ഉയർത്തി. നിന്റെ ജീവിതം അതുപോലെ ആകാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആക്കാൻ വേണ്ടി പോകും. ഒരു എല്ലാവിധ കാര്യങ്ങളെ അറിയുന്ന ഒരു വ്യക്തി. ആ രീതിയിൽ നോളജിനെ ദൈവം ഉയർത്താൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ അതുപോലെ റിലീസ് ചെയ്യും. അതുപോലെ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. അപ്പൊ ഞാൻ ഇത് നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ വിശ്വസിച്ച സകലർക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. സകലർ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞ മേ ബി നിങ്ങൾക്ക് ഒന്നും തോന്നി കാണത്തില്ല. പ്രാർത്ഥിച്ച സമയത്ത്, ഞാൻ സംസാരിച്ചുകൊണ്ട സമയത്ത് മേ ബി ഒന്നും തോന്നി കാണത്തില്ല. തോന്നലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. വിശ്വാസം മാത്രം മതി. തോന്നലല്ല, ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ കാര്യം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ രാജ്യം ചേഞ്ചായി. ആ ഒരു ഇരുട്ടിന്റെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ മാറി വന്നത് കർത്താവിന്റെ രാജ്യത്തിലാണ്. കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത, അവിടെ ജീവനുണ്ട്, അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ സമൃദ്ധിയായിട്ടുള്ള ജീവനുണ്ട്. 1 കൊരിന്ത്യർ 4:20 പറയുന്നുണ്ട്, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയാകുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ വരും, വചനം എന്ന് പറയുന്ന ദൈവവചനത്തെ കുറിച്ചാണോ ഈ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം ദൈവവചനത്തെ കുറിച്ചല്ല. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ നമുക്കറിയാം ഭയങ്കര ആലങ്കാരികമായിട്ട് പ്രസംഗിച്ച് സൈക്കോളജിക്കലി ഒക്കെ ജനങ്ങളെ കൊണ്ട് കൈയൊക്കെ അടുപ്പിച്ച് അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പ്രത്യേക ആൾക്കാർ നമുക്കറിയാം. നിങ്ങൾക്ക് അറിയാതിരിക്കാം, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. വാ കൊണ്ട് ഭയങ്കര മനോഹരമായ പ്രസംഗങ്ങളും ഭയങ്കര ഉദ്ധരണികളും ഒക്കെ ആയിരിക്കും, പക്ഷെ ഒരു പനി പോലും സൗഖ്യമാകത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ ദൈവവചനം പ്രസംഗിച്ചാൽ വലിയ ഷോ ഒന്നും കാണത്തില്ല, വലിയ ഭംഗിയൊന്നും കാണത്തില്ല, പക്ഷെ നിങ്ങൾ റിയലായി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചാൽ അവിടെ ശക്തിയുണ്ട്. കാരണം ദൈവരാജ്യം ശക്തിയിലാണ്. ദൈവരാജ്യം നിങ്ങളുടെ വായിട്ടലയ്ക്കുന്നതിനകത്തല്ല, നാക്കിനകത്തല്ല, നിങ്ങളുടെ വാക്ചാതുരിക്കകത്തല്ല. ദൈവരാജ്യം ഇരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയിലാണ്. ഞാൻ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് കാര്യം, നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിൽ, നിങ്ങളിപ്പോ ആയിരിക്കുന്ന എവിടെയാണ്? നിങ്ങൾ സാൽവേഷനിലോട്ട് വന്നു, നിങ്ങൾ ദൈവരാജ്യത്തിലോട്ട് കടന്നു. ഇപ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുന്നത് ശക്തിയിലാണ്. ശക്തിയിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ നടന്നു പോവുക. അപ്പോസ്തലന്മാരെ നടന്നു പോകുന്ന സമയത്ത്, നിഴല് തട്ടുന്ന സമയത്ത് രോഗികൾക്ക് സൗഖ്യം, കർച്ചീഫ് താഴെ പോയിട്ട് എടുത്താൽ രോഗികൾക്ക് സൗഖ്യം. കാരണം അവര് മൂവ് ചെയ്യുന്നത് പവറിലാണ്. അവര് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നു, അവര് വചനത്തെ റിസീവ് ചെയ്യുന്നു. വചന അനുസരണം അവര് മൂവ് ചെയ്യുമ്പോൾ അവര് മൂവ് ചെയ്യുന്നത് പവറിലാണ്. അവരുടെ ചുറ്റും നിൽക്കുന്ന അന്തരീക്ഷം വേറെയാണ്. അവരുടെ ചുറ്റിൽ നിൽക്കുന്ന അന്തരീക്ഷം വേറെയാണ്. നിങ്ങളുടെ ചുറ്റിൽ നിൽക്കുന്ന അന്തരീക്ഷം വേറെയാണ്. ബാക്കിയുള്ള എല്ലാവരും നിരാശപ്പെട്ടിരിക്കുക, ബാക്കിയുള്ള എല്ലാവരുടെയും വഴി അടഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങൾക്ക് ജോലി കാണത്തില്ല, ഒരു പക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കാണത്തില്ല. എല്ലാവരും കിടന്ന് എന്താ പറയുന്നത്, വ്യാകുലപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, എങ്ങനെ ജീവിക്കും? നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു സമാധാനത്തെ കൊണ്ടുതരും. കാരണം നിങ്ങൾ നിൽക്കുന്ന ശക്തിയിലാണ്. ഈ ശക്തിക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. ഇതുവരെ ഇല്ല, പക്ഷെ അടുത്ത സെക്കൻഡിൽ ഉണ്ടാകും. ഇതൊരു ദൈവത്തിന്റെ വചനം. ചിലരോട് സംസാരിക്കുക, ഇതുവരെ ഇല്ല, അടുത്ത സെക്കൻഡിൽ സംഭവിക്കും. അടുത്ത സെക്കൻഡിൽ സംഭവിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഇല്ല. റജി ബ്രദറെ, ഇതുവരെ ഇല്ല. റജി KS, ഇതുവരെ ഇല്ല, പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുവാണ്. ഫീലിങ്സിനെ വിശ്വസിക്കരുത്, സാഹചര്യത്തെ വിശ്വസിക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചത് സംഭവിച്ചിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ച പ്രൊവിഷൻസ് സംഭവിച്ചിരിക്കും. യേശുവിന്റെ നാമം. ഞാൻ അലഹബാദ് ബാങ്ക് എന്ന് കാണും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഒരു വലിയൊരു സാമ്പത്തികമായ നന്മ റജബദിന് വേണ്ടി ഞാൻ റിലീസ് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ട്രഗിളിങ് സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവ്, ഈ വചനത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആ റെവലേഷൻ ഓപ്പൺ ആയി വരട്ടെ. റെവലേഷൻസ് ഓപ്പൺ ആയി വരട്ടെ യേശുവിന്റെ നാമത്തിൽ.
റേഷു റഹന്തിരിയു ലിപു റഹന്തനോ ഷുക്കു റധൂനിയ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് സംഭവിക്കും. നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള വഴിയും വാതിലും ഓപ്പൺ ആകും. നിങ്ങൾ ഒരു ശമ്പളക്കാരനല്ല, അനേകരെ തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം മാറ്റും. അതിനുവേണ്ടി അതിനുള്ള വഴികളെ ദൈവം ഈ സമയത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് വെക്കണം. കടം മേടിക്കരുത്. കടം മേടിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ പ്രൊവിഷൻ വരും. കടം മേടിച്ച് ചെയ്യരുത്. അല്ലാതെ ദൈവത്തിന്റെ പ്രൊവിഷൻ വരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ ഒരു വലിയൊരു സാക്ഷ്യമായിട്ട് ഇത് മാറട്ടെ. വലിയൊരു സാക്ഷ്യമായിട്ട് ഇത് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, യേശുവിന്റെ നാമം കർത്താവെ. ആ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളായിരുന്നു. പക്ഷെ അങ്ങയുടെ കരങ്ങളിലേക്ക് വന്നപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ കർത്താവെ, ഇദ്ദേഹത്തിന്റെ ഫിനാൻസ് കർത്താവ് ഒന്നുമില്ല, പക്ഷെ അത് അങ്ങയുടെ കരത്തിൽ അത് മൾട്ടിപ്ലൈ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു നന്മയിലേക്ക് കടന്നു വരട്ടെ. വലിയൊരു നന്മയിലേക്ക് കടന്നു വരട്ടെ. യേശുവിന്റെ നാമം. ഈ സമയത്ത് ഞാൻ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം കർത്താവെ, ഇപ്പോൾ ഒരു സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. ഒരു സൗഖ്യത്തെ യേശുവിന്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. വൈഫിന്റെ മേൽ ദൈവത്തിന്റെ ഒരു സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. പിശാച് വെച്ച എല്ലാ കെട്ടുകളെയും ഈ സമയത്ത് ഞാൻ ക്യാൻസൽ ചെയ്യും. അതിനെ ഞാൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുക. ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന റെവലേഷൻ നിങ്ങളുടെ പുറകിലായിട്ട് ദൈവത്തിന്റെ ദൂതൻ നിൽക്കുക. ആ ദൂതന്റെ കയ്യിൽ ഒരു 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 വെസലുണ്ട്. ഒരു കുടം പോലെ ഒരു കാര്യത്തിൽ ഞാൻ കാണുക. അത് അതിനകത്തെ അനോയിന്റിങ് ഓയിൽ നിങ്ങളുടെ തലയിലോട്ട് ഒഴുകാൻ വേണ്ടി പോവുക. ഇതാ ഞാൻ കാണുന്ന റെവലേഷൻ. യേശുവിന്റെ നാമം കർത്താവെ, ദൈവത്തിന്റെ അഭിഷേകം നുകങ്ങളെ ബ്രേക്ക് ചെയ്യും. നുകങ്ങളെ ബ്രേക്ക് ചെയ്യും. 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ വിശ്വസിച്ച് സ്റ്റെപ്പ് വെക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വിശ്വസിക്കാം. ഏത് വേണം തിരഞ്ഞെടുക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ അതിനെ റിലീസ് ചെയ്യും. ഈ സമയത്ത് ആ ഡെലിവറൻസിലേക്ക് കടന്നു വരട്ടെ. ഈ സമയത്ത് ആ ഡെലിവറൻസിലേക്ക് കടന്നു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം, ദൈവത്തിന്റെ രാജ്യം ശക്തിയിലാണ്. നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾ പോകുന്നിടത്ത് ശക്തി വ്യാപരിക്കും. നിങ്ങൾ പോകുന്നിടത്ത്, നിങ്ങൾ പറയുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ പറഞ്ഞ കാര്യം, ഈ ഇസ്രായേൽ മക്കളുടെ കാര്യം ആദ്യം നമ്മൾ പറഞ്ഞു. ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ, അവര് അടിമത്തത്തിലായിരുന്നു. ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് മാറ്റി അവരെ കനാൻ ദേശത്തിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ആക്ച്വലി പുതിയ നിയമപ്രകാരം ബോണഗേനായ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ അടിമത്തത്തിലായിരുന്നു, നമ്മൾ പാപികളായിരുന്നു, പിശാചിന്റെ നുകത്തിന്റെ കീഴിലായിരുന്നു. ദൈവം നമ്മളെ അവിടുന്ന് വിടുവിച്ചിട്ട് നമ്മളെ കർത്താവിന്റെ രാജ്യത്തിലാക്കി മാറ്റി. ഈ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ റിയലായിട്ട് നമ്മൾ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. ഇത് ഒരു പ്രോസസ്സാണ്. ഇനി നോക്കിക്കോണം, പഴയ നിയമ സമയത്ത് ദൈവം ഇവരെ വിടുവിച്ച സമയത്ത് ഇവര് പോയ സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അവര് പോയ സാഹചര്യം എന്ന് പറയുന്നത് അതൊരു സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവര് പോയ സാഹചര്യം ഒരു സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പുറപ്പാട് 13:21 അവിടെ എഴുതിയിട്ടുണ്ട്, അവർ പകലും രാവും യാത്ര ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്നത് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് വായിച്ചാൽ നമുക്കറിയാം. അവർ പകലും രാവും യാത്ര ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അതായത് പകൽ സമയത്ത് മേഘസ്തംഭത്തിൽ കർത്താവുണ്ട്, രാത്രി സമയത്ത് അഗ്നിസ്തംഭത്തിൽ കർത്താവുണ്ട്. അവര് 24/7 24 മണിക്കൂറും ആ പോയ 40 വർഷവും
കർത്താവിന്റെ തണലിലാണ് പൊക്കോണ്ടിരുന്നത്. കർത്താവിന്റെ തണൽ, കുറച്ചും കൂടെ പറഞ്ഞാൽ കർത്താവിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ, ആ സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിലാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. മരുഭൂമി കൂടെ നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നോർമൽ മനുഷ്യനെ കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റുമോ? മരുഭൂമിയിൽ അത്രയും വർഷം സർവൈവ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന ഒമാനിലാണ്. ഇതൊരു മരുഭൂമിയാണ്, നമുക്കറിയാം, ഗൾഫ് കൺട്രിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അന്തരീക്ഷം നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം ചൂട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് AC വേണം, എയർ കണ്ടീഷൻ വേണം. എന്നാൽ ഒരു എയർ കണ്ടീഷനും ഇല്ല, ഒന്നുമില്ലാതെ ഈ 40 വർഷം ഈ ജനത പൊക്കോണ്ടിരിക്കുക. കാരണം അവർ നിന്നത് കർത്താവ് വെച്ച സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിലാണ്. ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു ഭാവനാ സൃഷ്ടിയല്ല. അങ്ങനെ പോയ സമയത്ത് അവർക്ക് സംഭവിച്ച കാര്യം, ആവർത്തന പുസ്തകം 29:4, ആവർത്തന പുസ്തകം 29:4 അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. അതായത് അവരാ സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ നടന്ന സമയത്ത് സംഭവിച്ച കാര്യം അവരുടെ ഫിസിക്കൽ തലത്തിലും അതിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു. നമ്മൾ പറയും നമ്മളെ ദൈവരാജ്യത്തിലാണ്, അത് സ്പിരിച്വൽ കാര്യമാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇവിടെ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ അവരുടെ ഫിസിക്കൽ റലത്തിൽ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു. കാരണം അത്രയും വർഷം അവരുടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല. 40 വർഷം നിങ്ങൾക്ക് ഒരു വസ്ത്രം കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? 40 വർഷം ഇംപോസിബിൾ. അവരുടെ ചെരുപ്പ് പഴകിയിട്ടില്ല. കാരണം അവർ നിന്ന സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിനകത്ത് മരണം സംഭവിക്കത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ജീർണത സംഭവിക്കത്തില്ല, പഴക്കം സംഭവിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ജീവൻ അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതൊരു സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആണ്. വേറൊരു ഭാഗത്ത് ഞാൻ പണ്ട് ഗോഡ് TVക്ക് അത് ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബെന്നിഹിൻ അവിടെ വന്ന് പറഞ്ഞൊരു കാര്യം, അവരുടെ ചെരുപ്പ് അവരുടെ കാലിൽ വളർന്നെന്നാ ബെന്നിഹിൻ പറഞ്ഞു. അതായത് ചെരുപ്പ് പഴകിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഇട്ട ചെരുപ്പ് അവരുടെ കാല് വളരുന്ന കൂടെ ചെരുപ്പും വളർന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ദൈവം നിങ്ങളെ തന്റെ സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ തന്റെ രാജ്യത്തിൽ നടത്തുമ്പോൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഫിസിക്കൽ തലത്തിലും അതിന്റെ മാനിഫെസ്റ്റേഷൻ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷ് മീറ്റിംഗ് നടക്കുമായിരുന്നു. അന്ന് സൂപ്പർ നാച്ചുറൽ ഫിനാൻസിന് വേണ്ടി ദൈവത്തിന്റെ നിയോഗപ്രകാരം പ്രാർത്ഥിച്ചു. ആ സമയത്ത് സംഭവിച്ച കാര്യം, അതിനകത്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു ലേഡിക്ക് ഏകദേശം 9 ലക്ഷം രൂപയോളം അവരുടെ അക്കൗണ്ടിലേക്ക് ദൈവം കൊടുത്തു. ഇംപോസിബിൾ കാര്യം. കാരണം നമ്മുടെ ഫിനാൻസ്, നമ്മുടെ എല്ലാ പ്രൊവിഷനും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇത് സാധാരണ ലോകക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന വചനത്തിൽ ഇതിന് തെളിവുണ്ട്. അവരുടെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് ജീർണിച്ചില്ല. പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുക. കാരണം അവര് നടന്നത് ദൈവത്തിന്റെ കവറിങ്ങിലാണ്. അവര് നടന്നത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അറ്റ്മോസ്ഫിയറിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നടക്കുന്ന ലെവല് നേരെ ഓപ്പോസിറ്റ് ആണ്, ലെവല് ഡിഫറെന്റ് ആണ്. പലപ്പോഴും നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ ഫലം നമുക്ക് വരുന്നത്. കർത്താവിന്റെ സാൽവേഷൻ എല്ലാവർക്കും അവൈലബിൾ ആണ്, ഒന്ന് വിശ്വസിച്ചാൽ മതി. പക്ഷെ എല്ലാവർക്കും എന്തുകൊണ്ട് കിട്ടുന്നില്ല? കാരണം അത് അവർക്ക് അറിയത്തില്ല. നമുക്ക് അതിന്റെ ഒരു ഭാഗ്യം വന്നു, നമുക്ക് ആ റെവലേഷൻ കിട്ടി, നമ്മളവിടെ കർത്താവിന്റെ രാജ്യത്തിലായി. പക്ഷെ നമ്മൾ നിൽക്കുന്നത് പഴയ നിയമത്തിനേക്കാളും അതിനേക്കാളും ശ്രേഷ്ഠമായ പദവിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പഴയ നിയമത്തിൽ അവര് മേഘത്തിന്റെ കീഴിൽ നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ നടക്കുന്നത് അതിനേക്കാളും വലിയ ലെവലിലാണ്. നമുക്ക് അതിലോട്ട് നോക്കാം. യെശയ്യാവ് 60:1-2 വാക്യം. യെശയ്യാവ് 60:1-2 ഇത് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ വരാൻ പോകുന്ന നമ്മളെ കുറിച്ച് പ്രവചിച്ച ഒരു കാര്യം. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ബൈബിളിലെ എല്ലാ വചനവും നമ്മളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ കുറിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നിങ്ങളെ കുറിച്ചാണ്. ഈ വചനത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ എൻജോയ് ചെയ്യുന്നതും ദൈവത്തിന്റെ വചനത്തിനകത്താണ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറ്റി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കണക്ഷൻ തന്നെ ഞാൻ ഡിസ്കണക്ട് ചെയ്യും. കാരണം ദൈവത്തിന്റെ വചനമാണ് പെർഫെക്റ്റ്.
അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന്റെ വചനം പറയുവാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന കാര്യം പറയുക, നിന്റെ മേൽ ഒരു പ്രകാശം വരാൻ വേണ്ടി പോവുക. നിന്റെ മേൽ പ്രകാശം വന്നിരിക്കുന്നു. നീ പറഞ്ഞു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. തേജസ് എന്ന് പറയുന്ന ഗ്ലോറിയാണ്. ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യൻ നോക്കിയെന്ന് ആലോചിച്ച് നോക്കി. ഇത് വന്നിരിക്കുന്നത് മോളിലല്ല, സ്വർഗത്തിലല്ല, ഭൂമിയിലല്ല, എന്റെ മേൽ ഇത് ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ മേൽ, എന്റെ മേൽ, നിങ്ങളുടെ മേൽ ഇത് ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ്? കർത്താവിന്റെ ഗ്ലോറി നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അതായത് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറയുവാണ്, നിന്റെ മേൽ ഉദിക്കാൻ പോകുന്നത് കർത്താവ്, നിന്റെ മേൽ ഉദിക്കാൻ പോകുന്ന ദൈവം തന്നെ. എന്നിട്ട് പ്രത്യക്ഷമാകാൻ പോകുന്നത് അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ മേൽ പ്രത്യക്ഷമാകും. പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നല്ല, അത് വിസിബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ അത് പ്രത്യക്ഷമാകും. ഇത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനമാണ്. യേശു ക്രിസ്തുവിൽ കൂടെ അത് ഫുൾഫിൽമെന്റിലേക്ക് പോകും. യേശു ക്രിസ്തുവിൽ കൂടെ യേശുവിനെ വിശ്വസിച്ചപ്പോൾ അത് നമ്മുടെ മേൽ ഫുൾഫിൽമെന്റിലേക്ക് പോകുമല്ല, അത് സാൽവേഷനിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അതിലോട്ട് വരാം. യോഹന്നാൻ 17:22 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മഹത്വം എന്ന് പറഞ്ഞ ഗ്ലോറി. നമുക്കറിയാം, പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്, ദൈവം തന്റെ മഹത്വം ആർക്കും കൊടുക്കത്തില്ല. ഒരു വാക്യമുണ്ട്. എന്നാൽ യേശു എനിക്ക് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യേശു തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞ കാര്യമാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നമ്മൾ ആ വാക്യം വായിച്ചാൽ അറിയാം, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പിതാവ് തന്റെ മഹത്വം എനിക്ക് തന്നിരിക്കുന്നു. യേശു പറയാണ്, ഞാൻ പോകാൻ വേണ്ടി പോവുകയാണ്, ഞാനും പിതാവും ഒന്നായ പോലെ അവരും ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങളത് വായിച്ചാൽ അറിയാം. ഇത്രയേ ഉള്ളൂ. പഴയ നിയമകാലത്ത് നമുക്ക് കിട്ടാൻ പറ്റാത്ത മഹത്വത്തെ യേശു തന്റെ മഹത്വത്തെ, തന്റെ ഗ്ലോറിയെ നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. ഇത് സത്യമാണ്. അതിന്റെ അർത്ഥം ഇത് ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾ മാത്രം, ഞങ്ങൾ മാത്രം ആ തലത്തിലുണ്ടെന്ന് പറഞ്ഞ കാര്യമല്ല. യേശുവിലുള്ള എല്ലാ വ്യക്തികളും ആ ഗ്ലോറിയിലാണ് നിൽക്കുന്നത്. യേശു ക്രിസ്തുവിനുള്ള സകല വ്യക്തികളും ആ ഗ്ലോറിയിൽ നിൽക്കുവാണ്. കാരണം ഇത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ച സമയത്ത് സംഭവിച്ച കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ഒരു വീണ്ടും ജന്മം നടന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു വീണ്ടും ജന്മം നടന്നു. ആ വീണ്ടും ജന്മം നടന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ ദൈവം തന്നു. അത് യേശു ക്രിസ്തുവിനെ പോലിരിക്കും. അത് യേശു ക്രിസ്തു തന്നെയാണ്. ഇപ്പൊ എന്നെ നിങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ, നിങ്ങളുടെ ശരീരമാണ് ഞാൻ കാണുമ്പോൾ, എന്നാൽ എന്റെ സ്പിരിച്വൽ ഐസ് കൊണ്ട് ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കാണുന്നു. നിങ്ങൾ ഈ വചനത്തെ വിശ്വസിച്ച് മൂവ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ വചനപ്രകാരം നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നവരാണെങ്കിൽ, നിങ്ങളിൽ കൂടെ യേശുവിന്റെ സ്വഭാവം പുറത്തു വരും. യേശുവിന്റെ സ്വഭാവം. യേശുവിന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമായിരുന്നു. കാര്യം അവരുടെ സംസാര ശൈലി ഏകദേശം ഒരുപോലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളും എനിക്ക് തോന്നുന്ന യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പത്രോസിനോടാണ് ചോദിക്കുന്നത്, നീയും അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്, നിന്റെ സംസാര ശൈലി എങ്ങനെയാണെന്ന് പറയുന്നത്. നിങ്ങൾ യേശുവിനെ കണക്ട് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സംസാര ശൈലി തന്നെ മാറും. നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ ആ സ്വഭാവം അങ്ങ് മറന്നുപോയി. പിന്നെ വെളിപ്പെടുന്നത് കർത്താവിന്റെ സ്വഭാവമായിരിക്കും, യേശുവിന്റെ സ്വഭാവമായിരിക്കും. ഞാൻ ആ വചനത്തിലോട്ട് വരാം. റോമർ 8:29-30 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. റോമർ 8:29-30 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ട് മാറാൻ. യേശുവിനെ പോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ, സാൽവേഷനിലോട്ട് വന്നപ്പോൾ യേശുവിന്റെ രൂപമാണ്
യേശുവിന്റെ രൂപത്തിലാണ് നിങ്ങൾ അനുരൂപരായിരിക്കുന്നത്. യു ആർ ഐഡന്റിക്കൽ ടു ജീസസ് ക്രൈസ്റ്റ്. യുവർ ഇമേജ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റ് യേശുവിനെ പോലാണ്. ഇത് സത്യമാണ്. ഇത് എനിക്കറിയത്തില്ല എത്ര പേര് അറിയാം, എത്ര പേർക്ക് എനിക്കറിയത്തില്ല. റിയാലിറ്റി, നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റ് യേശുവിനെ പോലാണ്. അത് യേശു തന്നെയാണ്. കാരണം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ബോൺ അഗെയിൻ സ്പിരിറ്റിൽ ഓൾറെഡി സംഭവിച്ചു. നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിട്ടില്ല, നമ്മുടെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ കർത്താവിന്റെ എല്ലാ കൃപാവനങ്ങളും, കർത്താവിന്റെ എല്ലാ ക്യാരക്ടേഴ്സും, എല്ലാ വാക്തത്വങ്ങളും, സകലതും നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റിലുണ്ട്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. പൂർണ്ണത തേടി നടക്കേണ്ട, നിങ്ങൾ വിശ്വസിച്ച സമയത്ത് തന്നെ നിങ്ങളെ പൂർണ്ണരാക്കി മാറ്റിയിരിക്കുന്നു. ഈ കർത്താവ് എനിക്ക് തന്ന ആദ്യത്തെ ഗാനം പൂർണ്ണനായ എന്നൊരു പാട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് റെവലേഷൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. അത് സൂപ്പർ നാച്ചുറലി ദൈവം എനിക്ക് തന്നൊരു ഒരു പാട്ടാണ്. ഇതാണ് എൻ്റെ റെവലേഷൻ. കാരണം ഞാൻ ഒരു വ്യക്തിയെ ഒരിക്കലും എൻ്റെ മാതൃകയാക്കത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ മാതൃകയാക്കും. കർത്താവിന്റെ വചനത്തെ ഞാൻ മാതൃകയാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ കാര്യം സംഭവിക്കും. നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യണം. അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ കാര്യം, മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതായത് ഇതിനകത്ത് എപ്പോഴും നമ്മൾ വായിക്കുന്ന വാക്യം, പക്ഷെ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ കാര്യം പലർക്കും കൺഫ്യൂസിങ് ആണ്. ഞാൻ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കാം. മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ നോക്കിക്കോണേ, മുൻ നിയമിച്ചവരെ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞു, വിളിച്ചവരെ നീതീകരിച്ചു, നിങ്ങളെ ദൈവം നീതീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയിലാണ്. നിങ്ങൾ നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയിലാണ്. നിങ്ങൾ ഒരു നീതിമാനാണ്. എന്റെ കഴിവല്ല, എന്റെ ശ്രമമല്ല, നിങ്ങൾ നിൽക്കുന്നത് യേശുവിന്റെ നീതിയിലാണ്. ലാസ്റ്റത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നീതീകരിച്ചവരെ തേജസ്കരിച്ച് മരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നീതീകരണം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യമാണ് തേജസ്കരണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗ്ലോറിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ചിലർ പറയും ഗ്ലോറിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം, ആ ഗ്ലോറിഫിക്കേഷൻ നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ തേജസ്കരണം നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ ഫിസിക്കൽ ബോഡി കർത്താവിന്റെ വരവെങ്കിൽ അതും തേജസ്സിലോട്ട് പോകും. പക്ഷെ ഇപ്പൊ തേജസ് എവിടെയാ? എന്റെ ബോൺ അഗെയിൻ സ്പിരിറ്റിലുണ്ട്. ഞാൻ ഓൾറെഡി തേജസ്സിന്റെ റലത്തിലാണ്, ഞാൻ ഓൾറെഡി ഗ്ലോറിയുടെ റലത്തിലാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, പഴയ നിയമത്തിൽ അവർ പോയ സമയത്ത് അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. മേഘത്തിന്റെ കീഴിൽ നടന്ന സമയത്ത് സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറി. അവരുടെ വസ്ത്രം, അവരുടെ ചെരുപ്പ്, അവരുടെ പ്രൊവിഷൻ എല്ലാം ദൈവത്തിൽ നിന്ന് വന്നു. ദാഹിച്ച സമയത്ത് ദൈവം കൊടുത്ത എങ്ങനെയാ? ദൈവം കിണർ കുത്തി കൊടുത്തിട്ടില്ല. ഇമ്പോസിബിളാ. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം വരുന്ന ഇമ്പോസിബിളാ. പാറയ്ക്കകത്തുനിന്ന് വെള്ളം എടുത്തു കൊടുത്തു. സൂപ്പർ നാച്ചുറൽ കാര്യം. വേറൊരു ഭാഗത്ത് അവർക്ക് ആഹാരം വേണ്ട സമയത്ത് ദൈവം ഒരിക്കലും ആഹാരത്തെ നാച്ചുറലായിട്ട് കൊടുത്തില്ല. യേശു സൂപ്പർ നാച്ചുറൽ ആഹാരം, ദൂതന്മാരുടെ ആഹാരം, മന്ന എടുത്തു കൊടുത്തു. കാരണം ദൈവത്തിന്റെ രാജ്യത്തിൽ മൂവ് ചെയ്യുന്നവരുടെ പ്രൊവിഷൻ എല്ലാം സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ സൂപ്പർ നാച്ചുറലെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രൊവിഷൻസ് സൂപ്പർ നാച്ചുറലി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ, അവര് മേഘത്തിന്റെ കീഴിൽ വന്ന സമയത്ത് അവർക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് തേജസ്സിന്റെ കവറിങ്ങിലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയുടെ കവറിങ്ങിലാണ്. മേഘത്തിന്റെ കീഴിൽ അത്രയും സംഭവിച്ചെങ്കിൽ, ഇന്ന് ദൈവം യേശു എനിക്ക് തന്ന ഗ്ലോറിയുടെ കവറിങ്ങിൽ ഞാൻ നിൽക്കുമ്പോൾ എത്ര അധികമായിട്ട് എനിക്ക് കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ദൈവത്തിന്റെ തേജസ്സിന്റെ തലത്തിലാണ്. ഇത് ചില ആൾക്കാർ റിസീവ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. ചില ആൾക്കാരുടെ സ്പിരിറ്റിലോട്ട് ഇത് കണക്റ്റഡ് ആയി കഴിഞ്ഞു. ചില ആൾക്കാരുടെ സ്പിരിറ്റിൽ ഇത് കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ സൂപ്പർ നാച്ചുറൽ അതിലോട്ട് കയറും. ഇതുവരെ ഇല്ലാത്ത ദൈവത്തിന്റെ സന്ദർശനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരാൻ വേണ്ടി പോവുക. സന്ദർശനങ്ങളുടെ ടൈം, സൂപ്പർ നാച്ചുറൽ ഡ്രീംസ്, സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് വിശ്വസിച്ച് ചിലർക്ക് വേണ്ടി ദൈവം റിലീസ് ചെയ്യും. യേശുവിന്റെ നാമം,
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്വപ്നങ്ങളിൽ കൂടെ ദൈവം നിങ്ങളോട് ഇടപെടും. ദൈവം നിങ്ങളെ ചില ശബ്ദങ്ങളെ കേൾക്കും, നിങ്ങൾ ചില ദർശനങ്ങളെ കാണും. സുഖോ രഥോ നഹ ശഖോ രഹന്തി ലഘു രഹന്തിനി. യേശുവിന്റെ നാമത്തിൽ ആ ഒരു തലത്തിലേക്ക് ഈ സമയത്ത് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുക. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആൾക്ക് അന്യഭാഷ, ഞാൻ ആ ഒരു റടത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രാർത്ഥിക്കുക. എല്ലാത്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ സിഗോ റഹന്തിനിമോ ഷിഖോ ലമിയ റിഥോ റഖോ ഷഹർതിരിയോ സിഖോ റഹന്തിനിയോ റഹന്തിമിയോ ലഹസിബോ റിപിരിക്കോ Ziko Rico Nahantiria, Liko Ricania, Sako Ricania, Zipo Rahadinio, Lako Ratimia, Shakarito Rico Shaharuko, Zibi Rico, Lako Rahantinia, Shinio, Sako, in the name of Jesus, in the name of Jesus, in the name of Jesus, Soko Nasiko. Lorio, Shiko, Rito, Neo, Rico, Laraconia, Zibo, Rahato, Liko, Rahadara. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ടച്ച് ചെയ്യുന്ന കൃപയ്ക്കായിരുന്നു. അങ്ങയുടെ ശക്തി ഇപ്പോൾ മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിരുന്നു. കർത്താവെ, ഞാൻ സ്വീറ്റ് സിസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദർശനങ്ങൾ ഓപ്പൺ ആകട്ടെ, ദർശനങ്ങൾ ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇപ്പോൾ ആ ദർശനങ്ങളുടെ തലമാണ്. ഞാൻ സെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദർശനങ്ങളുടെ പവർ ഓപ്പൺ ആകട്ടെ, ദർശനങ്ങളുടെ തലം ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യും, അതുപോലെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവം പറയാം, നിങ്ങൾ ഗ്ലോറിയുടെ തലത്തിലും നിങ്ങളുടെ പ്രൊവിഷൻസ് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ വേണ്ടി റിലീസ് ആകുക. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ. സുഖോ റിഖോ ലഹന്തിനിയോ റിഖോ റഹന്തനോ സിബോ റഹതിരിയോ ലഖോ റഹതി. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കുക. നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റഖോ നഹസിഖോ ലിഖോ റഹന്തിനിയോ ഷഖോ റഹന്തനോ യാസിഖോ ലഖിനിയോ സിമിയോ റഹസിഖോ റഥിരിഖോ ലഹന്തിനിയോ സിഖോ. ചില സൂപ്പർ നാച്ചുറൽ പ്രൊഫഷനിലോട്ട് വരാൻ വേണ്ടി പോവുക. റീന ക്രിസ്റ്റി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനെ ദൈവം തരാൻ വേണ്ടി പോവുക. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോവുക യേശുവിന്റെ നാമത്തിൽ. ഞാൻ എന്റെ തലത്തിൽ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യും. ജോഷി ചെന്നൈ, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. ആ ഭിന്നതകൾ മാറിപ്പോകട്ടെ, ആ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു സ്വസ്ഥതയിലേക്ക് കടന്നു വരട്ടെ, സ്വസ്ഥതയിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ ഇളയ മകന്റെ മേൽ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ സംഭവിക്കാൻ വേണ്ടി പോകും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവം അവനെ പിടിക്കാൻ വേണ്ടി പോകും യേശുവിന്റെ നാമത്തിൽ. ലിഖോ റിഥോ ഷുഖോ നിയ ലഖോ റിഥോ നിഖോ ഷഖാനിയോ റിഥോ നിഖ റിസോ റഹന്തിനിയോ ലിഖോ റഖോ സിഖോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ വെർണാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദർശനങ്ങൾ ഓപ്പൺ ആകട്ടെ, വിഷൻസുകൾ ഓപ്പൺ ആകട്ടെ. ആ ഒരു എൻകൗണ്ടറിലേക്ക് കടന്നു വരട്ടെ, ആ ഒരു എൻകൗണ്ടറിലേക്ക് കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ദീപ ഇബ്രാഹിമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷപാത രോഗിയെ ആൾക്കാർ കൊണ്ടുവന്ന സമയത്ത് യേശു അവരുടെ വിശ്വാസം നിമിത്തം അവിടെ ഒരു പ്രവൃത്തി ചെയ്തതുപോലെ ദൈവം വിശ്വാസത്തിന്റെ ചില പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. ഒടിഞ്ഞ അസ്ഥികൾ യോജിച്ചു വരട്ടെ, ഒടിഞ്ഞ അസ്ഥികൾ യോജിച്ചു വരട്ടെ. കർത്താവെ, അവിടെ ഒരു ദയ അങ്ങ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദയ അവിടെ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതത്തെ ഞാൻ അവിടെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതമെങ്കിൽ കർത്താവെ, അത് അങ്ങയുടെ ഹിതമെങ്കിൽ അവിടെ അത് സംഭവിക്കട്ടെ, അവിടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യും, അതുപോലെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റിഥോ റഖോ ലിമോ സിഖോ റിപിഖോ ലിയ റഖോ സിഖോ റഥന
റെഥിയോ റഖോ ലഹഷിഖോ റിഖോ തീനിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട്, ഇപ്പോൾ അത് സംഭവിക്കുന്ന കൃപയ്ക്കായിട്ട്, യേശുവിന്റെ നാമത്തിൽ. ദൈവം ഈ സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ടച്ച് ചെയ്യത്തക്ക രീതി ചിലർ എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ അത് ടാഞ്ചിബിൾ ആയിട്ട് അത് വന്നുകൊണ്ടിരിക്കുക. ടാഞ്ചിബിൾ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് നൗ മൂവിങ്. It is now moving. The tangible presence of the Holy Spirit. Just like someone is touching. ചില വ്യക്തികൾ, ഒരു വ്യക്തി നിങ്ങളെ തൊടുന്ന പോലെ ദൈവത്തിന്റെ സാന്നിധ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുക. കർത്താവെ, ആ ടച്ച് ചെയ്ത വ്യക്തികളുടെ മേലെ ഒരു വലിയ ഇമ്പാർട്ടേഷൻ സംഭവിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഇമ്പാർട്ടേഷൻ ഈ സമയത്ത് യേശു, ഐ റിലീസ് ആൻ ഇമ്പാർട്ടേഷൻ ഫ്രം ഹെവൻ. In the name of Jesus Christ, in the name of Jesus Christ, you are feeling an anointing on your body. You are feeling an anointing. നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ഈ സമയത്ത് ഒരു ഇമ്പാർട്ടേഷനെ ഞാൻ റിലീസ് ചെയ്യും. ഒരു ഇമ്പാർട്ടേഷനെ ഞാൻ റിലീസ് ചെയ്യും. In the name of Jesus, in the name of Jesus. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ജർമ്മനിയിൽ ഒരു ഓപ്പണിങ്ങിന് ദൈവം ചെയ്യുക. ജർമ്മനിയിലേക്ക് ദൈവം ഒരു ഓപ്പണിങ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നെ ജർമ്മനി കാണിക്കുക. യേശു, ആരെങ്കിലും അങ്ങനെ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കൺഫർമേഷൻ ആണ്. അതിനെ ദൈവം ഇപ്പോൾ ഓപ്പൺ ആക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം. കർത്താവ്, ഞാൻ അതിനെ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ ഇപ്പോൾ എല്ലാ കോർട്ട് കേസുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ കടഭാരങ്ങളെയും എല്ലാ ബാങ്ക് ലോണുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് ലോൺ അടയ്ക്കാനുണ്ടായിരിക്കും. അത് സത്യമായ കാര്യം. കുറെ വർഷങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ അടയ്ക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ദൈവം വിശ്വസിച്ചോ, നിങ്ങളുടെ ലോൺ പെട്ടെന്ന് അടഞ്ഞു. കാരണം നിങ്ങളുടെ പ്രൊവിഷൻ വരുന്നത് കർത്താവിൽ നിന്നാണ്. ഞാൻ ആ പ്രവചനത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യും. ആ ഒരു വചനത്തെ ഞാൻ റിലീസ് ചെയ്യുവാണ്. ഇതെനിക്കറിയാം. ഇത് മൾട്ടിപ്പിൾ ടെസ്റ്റിമണീസ് ആയിട്ട് വരും. മൾട്ടിപ്പിൾ ടെസ്റ്റിമണീസ്. നിങ്ങൾ വിശ്വസിച്ചോ? എന്നെയല്ല, കർത്താവിനെ വിശ്വസിച്ചോ? നിങ്ങളുടെ അതിലേക്ക് ദൈവത്തിന്റെ കരം വരാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ആത്മാവിൽ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അത് റിലീസ് ആകുന്ന ഞാൻ കാണും. ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ സ്വർഗീയ ധനത്തെ നിങ്ങളിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഈ റൈറ്റ് നൗ ഐ റിലീസ് ദിസ് കിങ്ഡം ഫിനാൻസ് ഇൻ യുവർ അക്കൗണ്ട്സ്. Kingdom finance in your account right now. Let it happen in the mighty name of Jesus. In the name of Jesus, I am releasing it right now. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ്. ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് കൺഫർമേഷനാണ്. നിങ്ങളുടെ ലോണുകൾ അടഞ്ഞു പോകും. നിങ്ങളുടെ ലോണുകൾ അധികം നാൾ കാണത്തില്ല. നിങ്ങളുടെ ഡെപ്റ്റുകൾ മാറിപ്പോകും. മേ ബി നിങ്ങൾ അത് വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ താമസിക്കും. പക്ഷെ നിങ്ങളത് സ്വന്തം ഭവനമാവാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ മോർ ദാൻ 5 lakh. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ എല്ലാ ഡെപ്റ്റുകളെയും ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യും. അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ബിനീഷ് ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോസിമോ റിസിഖാനിക്കോ ലിഥിരിപിയോ റിസിഖോ റഹന്തിരിപിയോ. കർത്താവെ, ഞാൻ അവരുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പൊങ്ങി വരട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ സന്തതികളെ കുറിച്ച് അവർ നന്മ കണ്ട് സന്തോഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് മൂവ് ചെയ്യോ നിങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ നാമത്തിൽ ഈ ജനുവരി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമം കർത്താവിനെ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കർത്താവ്, ഞാൻ റെജിമ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഡബിൾ അനോയിന്റിങ്ങിലേക്ക്, ദൈവത്തിന്റെ അനോയിന്റിങ്ങിലേക്ക് കടന്നു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഫിനാൻസുകൾ
അവിടെ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ പ്രവർത്തികള് കർത്താവ് ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവ്, ഞാൻ ബോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സംഭവിച്ച പോലെ ഫേവറിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. റിജക്ട് ചെയ്തെടുത്ത് അത് റിസീവ് ആകട്ടെ. അത് റിസീവ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അതിനെ ഞാൻ റിലീസ് ചെയ്യും. ഇപ്പോൾ അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. യഖോ റിഥോ സഖോ ലഖോ റിഥോ റിഖോ ഷാബിയോ ടിനിയോ സിഖോ മഹസി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ അതിനെ അതുപോലെ റിലീസ് ചെയ്യും. അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല കേരളത്തിന് പുറത്ത് ലേക്ക് ഷോർ, അതായത് ഇന്ത്യയുടെ പുറത്ത് ലേക്ക് ഷോർ എന്നുള്ള സ്ഥലമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം എനിക്ക് ആ ഒരു വേർഡ് തരുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതുപോലെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്നു കർത്താവ്. ഞാൻ റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന സകല കാര്യങ്ങളെ അതുപോലെ ഞാൻ റിലീസ് ചെയ്യും. ദൈവത്തോട് സംസാരിക്കുന്നു. ഇന്ന് പേഴ്സണൽ പ്രയറിൽ ദൈവത്തോട് സംസാരിച്ച സകല കാര്യങ്ങൾ അതുപോലെ റിലീസ് ആകട്ടെ. റിലീസ് ആകട്ടെ കർത്താവെ. സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. വിടുതലിനെ ഞാൻ ശരീരത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്യും. പിശാച് വെച്ച ബോണ്ടേജുകളെ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്നത് കഴുത്തിൽ നിന്നും വിട്ടുമാറട്ടെ. ഇപ്പോൾ ഞാൻ അതിനെ റിലീസ് ചെയ്യും. യേശുവെ, ഞാൻ സുരേഷ് ബാബുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സുരേഷ് ബാബുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിന്റെ ഒരു തല ഓപ്പൺ ആകട്ടെ. വിശ്വാസത്തിന്റെ തലം ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് സുരേഷ് ബാബു കടന്നു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഡെലിവറൻസിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ ലിസി രമേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിഖോ റിപോ ലിമിയ റിഖോ സഖ റിധിരി ഷോ റഖോ ലിഖോ റിഥാനി ഷഖറുധു മഹസി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ മേൽ അങ്ങയുടെ കരത്തെ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരം വെളിപ്പെട്ടു വരട്ടെ. കരം വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മോശയുടെ വടി മന്ത്രവാദികളുടെ മുമ്പിൽ പാമ്പായിട്ട് മാറി. ദൈവം നിങ്ങളുടെ അധികാരത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകും. റിലീസ് ചെയ്യാൻ വേണ്ടി പോകും. നിങ്ങൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് മുട്ടുമടക്കും. ദൈവിക അധികാരം നിങ്ങളോട് വെളിപ്പെടാൻ വേണ്ടി പോകും. ദൈവിക അധികാരം നിങ്ങളിലൂടെ വെളിപ്പെടും. മന്ത്രവാദികളുടെ വടിയെ മോശയുടെ വടി വിഴുങ്ങിക്കളഞ്ഞു. വിഴുങ്ങാൻ നിൽക്കുന്നതിനെ നിങ്ങളുടെ മേലുള്ള അധികാരം വിഴുങ്ങും. ഞാൻ ആ വചനത്തെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ടച്ച് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റിലീസ് ദ അനോയിന്റിങ്, റിലീസ് ദ അനോയിന്റിങ് റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. മൈറ്റി നെയിം. കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താണോ ആഗ്രഹം കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഞാനൊരു ഫുഡ് പാക്കറ്റിനെ കാണുക. എന്റെ റെവലേഷനകത്ത് ഒരു ഫുഡ് പാക്കറ്റിനെ കാണുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നന്മകളെ ഞാൻ റിലീസ് ചെയ്യും. നന്മകളെ അതുപോലെ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ സ്വീറ്റ് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്നും ലഭിച്ച സ്പർശനത്തിന് ഞാൻ നന്ദി പറയുന്നു. അതിന്റെ അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യട്ടെ. അടുത്ത തലത്തിലേക്ക് ശബ്ദങ്ങൾ കേൾക്കട്ടെ. കർത്താവിൽ നിന്നും എൻകൗണ്ടേഴ്സ് റിസീവ് ആകട്ടെ. ഞാനിപ്പോൾ ആ ദൈവിക ഒരു ഗ്ലോറിയസ് റലം അവിടെ ഓപ്പൺ ആയിട്ട്, ഒരു ഗ്ലോറിയസ് റലം, ഒരു തിക്നെസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം കർത്താവെ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് അതിനെ ഞാൻ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് സംഭവിക്കും. ആ കുടുംബത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം സംഭവിച്ചിരിക്കുക. ഇപ്പോൾ ഒരു സൗഖ്യം സംഭവിച്ചിരിക്കുക. ആഴ്ചകളും മാസങ്ങളും പറഞ്ഞതിനെ വളരെ പെട്ടെന്ന് ദൈവം റിക്കവർ ചെയ്യാൻ വേണ്ടി ഓൾറെഡി റിക്കവർ സംഭവിച്ചു കഴിഞ്ഞു. ഇത് കാണാൻ വേണ്ടി പോവുക. യേശുവിന്റെ സകലതും പൂർത്തിയാക്കട്ടെ. സകലതും പൂർത്തിയാക്കി ദൈവം വെച്ച ആ ഒരു മിഷനിലേക്ക് കടന്നു വരട്ടെ. അതിനുവേണ്ടിയുള്ള വഴിയെ ഞാൻ അപ്പോൾ ഓപ്പൺ ആക്കും. വഴിയെ ഞാൻ ഓപ്പൺ ആക്കും യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ സെബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൊടുത്ത ആ ഒരു എൻകൗണ്ടറിന് വേണ്ടി നന്ദി പറയും. ദൈവത്തിന്റെ ശക്തിയെ അങ്ങ് കൊടുത്ത കൃപയ്ക്കായിരുന്നു. സെബിൻ കർത്താവിന്റെ രാജ്യത്തിലേക്ക്, കൽപ്പനയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഇന്നത്തെ ദിവസത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ കണക്ഷൻസിനെ,
കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള ആ ഒരു നിയോഗത്തെ ഹൃദയത്തിലേക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയാം. കർത്താവ്, ഞാൻ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ ഒരു ദാരിദ്ര്യത്തിന്റെ കെട്ട് അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ഒരു വലിയ പ്രോസ്പെരിറ്റി റലത്തിലേക്ക് കടന്നു വരട്ടെ. പ്രോസ്പെരിറ്റി റലം, പ്രോസ്പെരിറ്റി റലം. കർത്താവ് ഒരു വീട് തരും. നിങ്ങളൊരു വീട് വെക്കും, ഒരു സ്ഥലം മേടിച്ച് നിങ്ങളൊരു വീട് വെക്കാൻ വേണ്ടി പോകും. അത് സംഭവിക്കാൻ വേണ്ടി പോകും. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം നിങ്ങളുടെ കൈക്കൊണ്ട് തരും. യേശുവിന്റെ നാമത്തിൽ ഒരു പെർമനന്റ് പൊസിഷനെ ഞാൻ റിലീസ് ചെയ്യും. ഒരു പെർമനന്റ് പൊസിഷൻ, ഒരു ഫേവർ വരാൻ വേണ്ടി പോവാം. ഒരു ഫേവർ യേശുവിന്റെ നാമത്തിൽ. റിജക്ട് ചെയ്തത്, തള്ളിക്കളഞ്ഞത് വീണ്ടും വരും യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അത് ഞാൻ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ ആനിറോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം നടന്ന കൃപയ്ക്കായിരുന്നു, അത് സംഭവിച്ച കൃപയ്ക്കായിരുന്നു. ആ ഒരു ദൈവീയ സമാധാനം അവരുടെ കുടുംബത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ വിൻസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി ചലിക്കട്ടെ. ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിന്റെ ശക്തിയിലേക്ക് കടന്നു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ വെറോണിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ഒരു ടച്ച് സംഭവിച്ച കൃപയ്ക്കായിരുന്നു. ദൈവം വെച്ച ഫ്യൂച്ചറിനെ ഞാൻ ബ്ലസ് ചെയ്യും, ബ്ലസ് ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് ചില ലാംഗ്വേജുകളെ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലാംഗ്വേജുകളെ ഞാൻ റിലീസ് ചെയ്യും. ലാംഗ്വേജുകൾ യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യും. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അവർ പുതുഭാഷകളിൽ സംസാരിക്കും. വിവിധ ഭാഷകളുടെ ഒരു വരത്തെ ഞാൻ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കർത്താവ്, ഞാൻ ഐശ്വര്യ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഫേവറിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇതുവരെ റിജക്റ്റഡ് ആയത്, ഇതുവരെ കടക്കാത്ത വാതിൽ, ഇതുവരെ അടഞ്ഞ വാതിലിലോട്ട് കടക്കട്ടെ. ഞാനൊരു ഭാവിയെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഏറ്റവും നല്ലൊരു കണക്ഷനിലേക്ക് കർത്താവെ ഞാൻ റിലീസ് ചെയ്യുന്ന അത് സംഭവിക്കട്ടെ. പിശാച് തടസ്സപ്പെടുത്തിയതിനെ ഞാൻ റീസ്റ്റോർ ചെയ്യും. പിശാച് തടസ്സപ്പെടുത്തിയതിനെ ഇപ്പോൾ ഞാൻ റീസ്റ്റോർ ചെയ്യും. കർത്താവ്, രജിബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ റജീബ്രദറിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റജി കേസിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പറഞ്ഞ പോലെ ആ സാമ്പത്തിക വഴികൾ ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. കർത്താവ്, നിങ്ങൾ ചെയ്ത കൃപയ്ക്കായിട്ടുണ്ട്, അത് ചെയ്ത കൃപയ്ക്കായിട്ടുണ്ട്. ഇപ്പോൾ കർത്താവ്, ഞാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സാമ്പത്തിക ബ്ലെസ്സിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. അത് അവിടെ അതുപോലെ സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ട് കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവ്, ഞാൻ ജോയൽ ഷാജിക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ബോബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല വ്യക്തികളെ, ഗ്രേസമ്മ ജോർജിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം അവരുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, മഹത്വം അവരുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം അവരുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാനൊരു ലിയോൺ എന്നൊരു പേര് ഞാൻ കാണുവാണ്, എനിക്കറിയത്തില്ല. നിങ്ങൾ വീഡിയോ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. അതുപോലെ തന്നെ ആകാശ് കുര്യാക്കോസ്, ആരാന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേരും നിങ്ങൾ വീഡിയോ ഓൺ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ മഹേഷ് പാലക്കാടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഒരു മൂവ്മെന്റിലേക്ക് കടക്കട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മൂവ്മെന്റിലേക്ക് കടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ കാണുന്ന റെവലേഷൻ, ഒരു കോടാലി പൊങ്ങി വരുന്നു, ഒരു കോടാലി പൊങ്ങി വരുന്നു യേശുവിന്റെ നാമം. ദൈവം ചിലതിനെ നിന്റെ കയ്യിലേക്ക് തരാൻ വേണ്ടി പോവാം, കയ്യിലേക്ക് തരാൻ വേണ്ടി പോവാം. ഞാൻ ആ റെവലേഷനെ അതുപോലെ റിലീസ് ചെയ്യും, റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹമായിട്ട് മാറും. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ വചനത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആയി മാറുന്നു യേശുവിന്റെ നാമത്തിൽ. അതുപോലെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ ലിയോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സകല പൈശാചികമായ തടസ്സങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, തടസ്സങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു വഴി ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാം, ഒരു വഴി ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാം. ഞാൻ രണ്ട് മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോവാം, രണ്ട് മേഖലയിൽ യേശുവിന്റെ നാമം,
യേശു, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം റിലീസാണ്. നിങ്ങളിലൂടെ ഗാനങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാം. പാട്ടുകൾ എഴുതുന്നതായിട്ട് ഞാൻ കാണുക. ലിറ്ററേച്ചർ എഴുതുന്നതായിട്ട് ഞാൻ കാണാം. അതിന്റെ ഒരു ടാലന്റിനെ കർത്താവ് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുക. അതേസമയം നിങ്ങളുടെ ഫാമിലി ലൈഫിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തെ ഞാൻ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഞാൻ കർത്താവ് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ഒരു അനുഗ്രഹിക്കുന്നു. അതാണ് ചെയ്ത് കൃപയ്ക്കായിടുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിന്റെ ശക്തി ഇവിടെ മൂവ് ചെയ്യുകയായിരുന്നു. കർത്താവിന്റെ ശക്തി മൂവ് ചെയ്യുകയാണ്. എന്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ പല കാര്യങ്ങളും ഇമ്പോസിബിൾ ആണ്, നോർമലി ഇമ്പോസിബിൾ ആണ്. പക്ഷെ ദൈവത്തിന്റെ ശക്തിയാൽ അത് സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് വിശ്വസിക്കുക. കാരണം ഇത് വെറുതെ വന്ന ഒരു മീറ്റിംഗ് അല്ല, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ പദ്ധതികളാണ് അവിടെ സംഭവിച്ചത്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ പേര് മാണി ചിക്കിയ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പഴയ മെസ്സേജുകൾ കേൾക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എൻ്റെ പേജിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കൂടി വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്.